കഴിഞ്ഞ കുറേ ദിവസമായി നടൻ ഷൈൻ ടോം ചാക്കോയെ ചുറ്റിപ്പറ്റി സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് നടന്നു വരുന്നത്. നടി വിൻസി അലോഷ്യസിന്റെ ഒരൊറ്റ തുറന്നു പറച്ചിലിൽ കുടുങ്ങിയത് ഷൈൻ തന്നെയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു താൻ അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമയിലെ നടനെതിരെ പേരെടുത്തു പറയാതെ വിൻസി അലോഷ്യസ് രംഗത്തെത്തിയത്. ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി അഭിനയിക്കില്ലെന്ന നിലപാടെടുത്ത വിൻസി കടുത്ത സൈബർ ആക്രമണമായിരുന്നു നേരിട്ടത്. സിനിമയില്ലാതായതോടെ അവസരം ലഭിക്കാനായുള്ള PR എന്ന കമന്റുകൾ എത്തിയതോടെ നടി സോഷ്യൽ മീഡിയയിൽ സംഭവം വിശദീകരിച്ച് രംഗത്തെത്തി. പിന്നാലെ ആ നടൻ ഷൈൻ ടോം ചാക്കോ തന്നെ എന്ന കാര്യവും പുറത്തെത്തി. പേര് പുറത്തുവിടാൻ ആഗ്രഹിക്കാതിരുന്ന തന്നെ ഒറ്റിയത് ഫിലിം ചേംബറാണെന്ന വാദങ്ങളും വിൻസി ഉന്നയിച്ചിരുന്നു. മാത്രമല്ല പോലീസിലോ എക്സൈസിലോ പരാതി നൽകാനും നടി തയ്യാറായില്ല. പിന്നാലെ കാര്യങ്ങൾ പെട്ടെന്നാണ് മാറിമറിഞ്ഞത്. ഈ വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോൾ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. പോലീസ് പരിശോധനയ്ക്കിടെ കലൂരിലെ ഹോട്ടലിലെ മുറിയിൽ നിന്നും ഷൈൻ ടോം ചാക്കോ ഇറങ്ങിയോടിയ സംഭവം. ഷൈനിന്റെ മാരത്തോണിന്റെ ദൃശ്യങ്ങളും പുറത്തെത്തിയതോടെ സംഭവം ലൈവായി. കലൂരിലുള്ള PGS വേദാന്ത എന്ന ഹോട്ടലിൽ നിന്നാണ് ഷൈൻ ഇറങ്ങിയോടിയത്. സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ളതായിരുന്നു ഷൈനിന്റെ ഓട്ടവും സാഹസികതയും. പരിശോധനയ്ക്ക് എത്തിയവരെ കണ്ട ഷൈൻ 3-ാം നിലയിലെ മുറിയുടെ ജനാല വഴി 2-ാം നിലയിലെ ഷീറ്റിന് മുകളിലേക്ക് ചാടുകയായിരുന്നു. എന്നാൽ ചാട്ടത്തിന്റെ ആഘാതത്തിൽ ഷീറ്റ് പൊട്ടി. തുടർന്ന് 2-ാം നിലയിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി. ഇവിടെ നിന്നും സ്റ്റെയർകേസ് വഴി ഷൈൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നാലെ തിരച്ചിൽ. എന്നാൽ ഷൈനിനെതിരെ പരാതിയില്ലാത്തതിനാൽ ലഹരി പരിശോധനയ്ക്കിടെ മുറിയിൽ നിന്നും ഇറങ്ങിയോടിയതിൽ വിശദീകരണം നൽകാൻ പോലീസ് വിളിപ്പിച്ചു. ഒടുവിൽ ഷൈൻ പോലീസ് പറഞ്ഞതിലും നേരത്തെ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിനെത്തുന്നു. ലഹരി പരിശോധനയ്ക്കിടെ മുറിയിൽ നിന്നും ഇറങ്ങിയോടിയത് പേടിച്ചാണെന്നായിരുന്നു ഷൈൻ പോലീസിനോട് പറഞ്ഞത്. വന്നത് പോലീസാണെന്ന് അറിഞ്ഞില്ലെന്നും ആരോ ആക്രമിക്കാൻ വന്നെന്ന് കരുതി പേടിച്ചോടിയതാണെന്നും ഷൈൻ പോലീസിന് മൊഴി നൽകി. രാസലഹരികൾ ഉപയോഗിക്കാറില്ലെന്നും ഹോട്ടലിൽ തന്നെ തേടിയെത്തിയത് പോലീസാണെന്ന് അറിഞ്ഞത് പിറ്റേന്ന് രാവിലെയാണെന്ന് കൂടി ഷൈൻ പറഞ്ഞു. തീർന്നില്ല, ചോദ്യം ചെയ്യൽ തുടരുന്നു. പക്ഷേ ഇടയ്ക്കൊക്കെ ഒന്ന് പാളി. പറയുന്നതിൽ വൈരുദ്ധ്യങ്ങൾ. അങ്ങനെ ആകെ മൊത്തം ഷൈനിന്റെ കയ്യിൽ നിന്നു പോയി. ഏകദേശം 4 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷമാണ് ഷൈൻ ടോം ചാക്കോയെ പോലീസ് ലഹരി കേസിൽ അറസ്റ്റ് ചെയ്തത്. ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ നടൻ ചോദ്യം ചെയ്യലിൽ പലതും നിഷേധിച്ചു. ലഹരി ഇടപാടുകാരെ അറിയില്ലെന്നായിരുന്നു നടന്റെ ആദ്യ മറുപടി. എന്നാൽ ഷൈൻ ടോം ചാക്കോയുടെ ഫോൺ കോൾ വിവരങ്ങളും സന്ദേശങ്ങളും ഉൾപ്പെടെ നിരത്തി പോലീസ് ചോദ്യം ചെയ്തതോടെ ഷൈൻ ഒന്ന് പതറി. ലഹരി ഇടപാടുകാരനായ സജീറുമായി ഷൈൻ ടോം ചാക്കോ ഗൂഗിൾ പേ വഴി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന്റെയും ആശയവിനിമയം നടത്തിയതിന്റെയും തെളിവുകൾ പോലീസ് കണ്ടെത്തി. ഇത് മുന്നിൽ വെച്ച് ചോദ്യം ചെയ്യൽ തുടർന്നതോടെ ഷൈൻ ടോം ചാക്കോയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. സജീറിനെ പരിചയമുണ്ടെന്ന നടൻ സമ്മതിച്ചു. മാത്രമല്ല താൻ രാസലഹരി ഉപയോഗിക്കാറുണ്ടെന്നും ഷൈൻ ടോം ചാക്കോ സമ്മതിച്ചു. രാസലഹരിയായ മെത്താഫെറ്റമിനും കഞ്ചാവും താൻ ഉപയോഗിക്കാറുണ്ടെന്നായിരുന്നു നടൻ പോലീസിന് നൽകിയ മൊഴി. ഇവിടെയും തീർന്നില്ല. ഞെട്ടിക്കുന്നതായിരുന്നു ഷൈന്റെ മറ്റൊരു വെളിപ്പെടുത്തൽ. ലഹരി ഉപയോഗത്തെ തുടർന്ന് താൻ നേരത്തെ ഡി-അഡിക്ഷൻ സെന്ററിൽ ചികിത്സ തേടിയിരുന്നതായും ഷൈൻ പോലീസിന് മൊഴി നൽകി. അച്ഛൻ ഇടപെട്ടാണ് കൂത്താട്ടുകുളത്തെ ഡി-അഡിക്ഷൻ സെന്ററിലാക്കിയത്. എന്നാൽ 12 ദിവസത്തിനു ശേഷം അവിടെ നിന്ന് മടങ്ങിയെന്നും ഷൈൻ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി. അതേസമയം നിലവിൽ ലഹരി ഉപയോഗിച്ചതിനും ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചതിനുമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ലഹരി ഉപയോഗം തെളിയിക്കാനായി നടന്റെ രക്തം, തലമുടി, നഖം എന്നിവയുടെ സാമ്പിൾ പോലീസ് ശേഖരിച്ചു. ഇനിയും വിശദമായ അന്വേഷണം വേണമെന്നാണ് പോലീസ് പറയുന്നത്. ഇതാദ്യമായല്ല ഷൈൻ ടോം ചാക്കോ ലഹരി കേസുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ നിറയുന്നത്. 2015 ജനുവരിയിലാണ് ലഹരിയുമായി ബന്ധപ്പെട്ട കേസിൽ ഷൈൻ ടോം ചാക്കോ ആദ്യമായി അറസ്റ്റിലായത്. അന്ന് ഷൈന്റെ ഇതിഹാസ എന്ന സിനിമ സൂപ്പർ ഹിറ്റായി നിൽക്കുന്ന സമയമായിരുന്നു. അതിനിടെയാണ് മലയാള സിനിമാ മേഖലയെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് ഷൈനും സുഹൃത്തുക്കളും പിടിയിലായ വാർത്ത പുറത്തെത്തിയത്. സഹസംവിധായികയുമായ ബ്ലെസി, സിൽവസ്റ്റർ, ഡിസൈനറായ രേഷ്മ രംഗസ്വാമി, മോഡലായ ടിൻസി ബാബു, ദുബായ് ട്രാവൽ മാർട്ട് ഉടമയായ സ്നേഹ ബാബു എന്നിവരാണ് ഷൈനൊപ്പം അന്ന് പിടിയിലായത്. കൊച്ചി കലൂർ കടവന്തറ റോഡിലെ ഫ്ളാറ്റിൽ പുലർച്ചെ 1 മണിക്ക് നടന്ന റെയ്ഡിലാണ് സംഘം പിടിയിലായത്. ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിച്ച നിലയിൽ 10 പാക്കറ്റ് കൊക്കെയ്ൻ പോലീസ് കണ്ടെത്തി. ഗോവയിൽ നിന്നാണ് മയക്കുമരുന്ന് എത്തിയതെന്നും ഉപയോഗിച്ചതിന്റെ ബാക്കി ലഹരിമരുന്നാണ് അതെന്നും പ്രതികൾ മൊഴി നൽകിയിരുന്നു. 22 ദിവസത്തെ നിരീക്ഷണത്തിലൊടുവിലാണ് ഷൈൻ ഉൾപ്പെടുന്ന സംഘത്തെ അന്ന് പോലീസ് വലയിലാക്കിയത്. പിടിയിലാവുന്ന സമയത്ത് ഷൈനും സംഘവും കൊക്കൈൻ ഉപയോഗിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ വേണ്ടത്ര തെളിവില്ലെന്ന് പറഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം കേസ് തള്ളിപ്പോവുകയായിരുന്നു. ഈ കേസിൽ പോലീസിന് വീഴ്ചയുണ്ടായി എന്നാണ് 2 ദിവസങ്ങൾക്ക് മുൻപ് കോടതി പറഞ്ഞത്. ലഹരിമരുന്ന് കണ്ടെടുത്തിട്ടും പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന് തെളിയിക്കാനായില്ല എന്ന വനിതാ പോലീസിന്റേത് അടക്കമുള്ള മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കോടതി വിമർശിച്ചിരുന്നു. രക്തപരിശോധനാ ഫലം ഉൾപ്പെടെ പ്രതികൾക്ക് അനുകൂലമായിരുന്നുവെന്നും കോടതി പറഞ്ഞു.
ഈ കേസിൽ വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നതിൽ വലിയ വീഴ്ചയുണ്ടായി എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. കേസിൽ ഒന്നാം പ്രതിയായ മോഡലിൽ നിന്നും ലഹരി വസ്തു കണ്ടെടുക്കുമ്പോൾ വനിതാ ഗസറ്റഡ് ഓഫീസർ ഒപ്പം ഇല്ലായിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പുരുഷ ഗസറ്റഡ് ഓഫീസർക്ക് ദേഹപരിശോധന നടത്തുമ്പോൾ കൂടെ നിൽക്കാൻ നിയമം അനുവദിക്കില്ല. ഇത് കേസിൽ തിരിച്ചടിയായി. ഷൈൻ ടോം ചാക്കോയോ മറ്റു പ്രതികളോ കൊക്കൈൻ ഉപയോഗിച്ചതായി തെളിയിക്കാൻ പോലീസ് ശാസ്ത്രീയ പരിശോധന പോലും നടത്തിയില്ല. പോലീസിന്റെ ഭാഗത്തെ വീഴ്ച കോടതി തുറന്നുകാട്ടി വിമർശിക്കുകയും ചെയ്തിരുന്നു. അതിനിടെ ലഹരിയുമായി ബന്ധപ്പെട്ട് ഈ അടുത്തും ഷൈൻ വിവാദത്തിലകപ്പെട്ടിരുന്നു. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലും ഷൈന്റെ പേര് ഉയർന്നു വന്നിരുന്നു. പ്രതി തസ്ലിമ സുൽത്താൻ ഷൈന് കഞ്ചാവ് നൽകിയിരുന്നുവെന്നാണ് വെളിപ്പെടുത്തിയത്. മാത്രമല്ല, ലഹരി ഉപയോഗിക്കുന്ന കഥാപാത്രത്തെ അതിന്റെ പരിപൂർണതയിൽ അവതരിപ്പിക്കാൻ ലഹരി ഉപയോഗിക്കണമെന്ന നടന്റെ കമന്റും വിവാദമായിരുന്നു.